എല്ലാവർക്കും നമസ്കാരം. ഞാൻ തെന്നി. ഇന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും കോൺഗ്രസ് എന്ന പാർട്ടിയെയും കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് കോൺഗ്രസ് അനുഭാവികൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ് അനുഭാവമുള്ള മാനസികമായിട്ട് കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള കുറേ നിർദ്ദേശങ്ങളും കോൺഗ്രസ്സുകാരായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക്, കോൺഗ്രസിൻ്റെ ലീഡേഴ്സിന്, കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണെന്ന് അഭിമാനിച്ചൊക്കെ നടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പറയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ കൂടിയ കേരള കോൺഗ്രസിനെ ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളെയും വ്യക്തമായിട്ട് നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ആ ചർച്ചയുടെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഔട്ട്പുട്ട് പുറത്തേക്ക് വരെ ചെയ്തിട്ടില്ല. ഓരോരോ മീഡിയക്കാർ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വിടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ശരിയോ തെറ്റോ ആവാം. ഇനി അത് ശരിയോ തെറ്റോ ആയാലും എന്താണ് കോൺഗ്രസിന് വേണ്ടത് എന്നുള്ളത് കൂടിയാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയി കെ സുധാകരൻ തുടരാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യമാണ്. രണ്ടാമത്തത്, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരാരും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. അതിനേക്കാളും നല്ല കാര്യം തന്നെ. ഈ രണ്ട് കാര്യങ്ങളെയും എൻ്റെ സപ്പോർട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്തത് പറയാം. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്, സൈലൻ്റ് ആയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കെ സുധാകരൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി തന്നെയാണ്. പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നതിന് ഭയങ്കര വില തന്നെയാണ്. ആ കോൺഗ്രസ് നേതാവിന് കോൺഗ്രസ് അധ്യക്ഷ പദം കൊടുത്തു എന്നുള്ളതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നല്ല, ഇന്ന് കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും കഴിവുള്ള ആളാണ്. അന്ന് കയറുമ്പോൾ സുധാകരൻ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഒരു സെമി കേഡർ പാർട്ടിയാക്കും. 2 വർഷത്തിനുള്ളിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടത്തി വിജയിച്ച ആളായിരിക്കും അധ്യക്ഷ സ്ഥാനത്ത് എന്ന്. അതിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സുധാകരന് വളരെ താല്പര്യമുണ്ടായിരുന്നു. സുധാകരൻ അതിങ്ങനെ കൊണ്ട് നടക്കാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പക്ഷേ അതിനുശേഷം ഓരോ DCCകളിലും ഒക്കെ താൽക്കാലിക പുനഃസംഘടന ആവശ്യമായിട്ട് വന്നപ്പോൾ അവയിലൊക്കെ കൂച്ചുവിലങ്ങിട്ടിട്ട് ആ മനുഷ്യന് സ്വതന്ത്രമായിട്ടൊന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്ന കേരളത്തിലെ നേതാക്കളും അതിനേക്കാൾ കൂടുതൽ കേന്ദ്ര നേതൃത്വമാണ് അതിൻ്റെ 100% തെറ്റുകാർ. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തോട് പ്രത്യേകം പറയാനുള്ളതാ, കെ സുധാകരനെ KPCCയുടെ പ്രസിഡൻ്റായിട്ട് തുടരാൻ അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ കൂച്ചുവിലങ്ങുകൾ അഴിച്ച് സ്വതന്ത്രമായിട്ട് അവയെ കൊണ്ടു നടക്കാനായിട്ട് അനുവദിക്കുക. ഒരു മറ്റ് ചിന്തകളും മതപരമോ അല്ലെങ്കിൽ ജാതിപരമോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് പരമായിട്ടുള്ള ഒന്നിനും അടിമപ്പെടാതെ സ്വതന്ത്രമായിട്ട് KPCC കൊണ്ടു നടക്കാനായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് DCCകൾ പുനഃസംഘടിപ്പിക്കണമെങ്കിൽ DCCകളും ബ്ലോക്കുകളും പുനഃസംഘടിപ്പിക്കാനായിട്ട്, ആവശ്യമെങ്കിൽ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കാനായിട്ട് 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ അനുവദിക്കുക. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള KPCC പ്രസിഡൻ്റായിട്ട് സുധാകരൻ തുടരുന്നതാണ്
കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാരണം ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സുശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉള്ളത് കേരളത്തിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ടും. അത് നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ ഏറ്റവും കഴിവുള്ള ആളാണ് കെ സുധാകരൻ. അടുത്തത്, ഇനി ആ സ്ഥാനത്തേക്ക് ആളെ മാറ്റിയിട്ട് മറ്റ് പലരെയും നിർദ്ദേശിക്കുന്ന ഓരോരോ നിർദ്ദേശങ്ങളൊക്കെ കേട്ടു. അതേക്കുറിച്ച് ജനറലായിട്ടൊന്ന് പറഞ്ഞു വെക്കണം ഇവിടെ എന്ന് കരുതാം. ഒന്ന്, അങ്കമാലിക്കാരനെങ്ങാണ്ട് ഒരാളെ ക്രിസ്ത്യാനിയുടെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ബെന്നി ബെഹന്നാനെ ക്രിസ്ത്യാനിയുടെ പ്രതിനിധിയായിട്ട്, ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിനെ ക്രിസ്ത്യാനിയുടെ പ്രതിനിധിയായിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർപ്പാപ്പേനെ വരെ ഇവിടെ ക്രിസ്ത്യാനിയുടെ പ്രതിനിധിയായിട്ട് വെച്ചാൽ അയാളാണ് KPCCയുടെ പ്രസിഡന്റ്, ക്രിസ്ത്യാനിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒറ്റ ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യില്ല. അതിൻ്റെ പേരിൽ KPCCനെ ഭരിക്കേണ്ടത് ക്രിസ്ത്യാനിയല്ല, KPCCനെ ഭരിക്കേണ്ടത് കോൺഗ്രസിനെ ഭരിക്കാനറിയുന്ന നേതൃത്വ പാഠവമുള്ള ആളാണ്. അവൻ്റെ പേര് ചിലപ്പോൾ ക്രിസ്ത്യാനിയാവാം, ചിലപ്പോൾ മുസ്ലിം ആവാം, ചിലപ്പോൾ ഹിന്ദു ആവാം. ഒരിക്കലും KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം ഒരു മതത്തിനോ ഒരു ജാതിക്കോ അടിമപ്പെടാനുള്ളതല്ല. പ്രതിപക്ഷ നേതാവ് ഒരു മതത്തിനും ഒരു ജാതിക്കും അടിമപ്പെടാനുള്ളതല്ല. പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ കഴിവും കപ്പാസിറ്റി ഉള്ള ആളെയാണ് പ്രതിപക്ഷ നേതാവാക്കുക. അതുപോലെ തന്നെ KPCC പ്രസിഡന്റാക്കി വയ്ക്കുന്നത് KPCCയെ, കേരള പ്രദേശ് കോൺഗ്രസിനെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അവിടെ ഒരു ജാതിക്കും ഒരു മതത്തിനും ഒരാൾക്കും സ്ഥാനമില്ല. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സുധാകരൻ്റെ അത്രയും എത്തിപ്പെടാനായിട്ട് വേറെ ആരുമില്ല. ഒരാൾ നായരാണെന്നോ ഒരാൾ ഈഴവനാണെന്നോ ഒരാൾ ക്രിസ്ത്യാനിയാണെന്നോ ഉള്ളതൊന്നും ആ ഒരു സ്ഥാനത്തേക്ക് ഉള്ള ബന്ധമല്ല എന്ന് ആദ്യമേ തന്നെ പറയാണ്. അടുത്തത്, ഒരു പ്രത്യേകതയുള്ളത്, കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ പോലെ മുകളിൽ നിന്ന് കെട്ടിയിറക്കണം എന്ന് പറയാനില്ല. കഴിവും തൻ്റെ പ്രാപ്തിയുമുള്ളവരും താഴേക്കടിയിൽ നിന്ന് പ്രവർത്തിച്ച് കയറി വരുന്നവരുമായിട്ടുള്ള രണ്ട് വിഭാഗത്തിലുള്ള നേതാക്കളുണ്ട്. അവരാവശ്യമാണ്. അതിൻ്റെ ഇടയിൽ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഭാര്യ മരിച്ചതിൻ്റെ പേരിൽ ഭർത്താവ് ഒക്കെ കയറി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനെ പരമാവധി ഒഴിവാക്കാം. അപ്പൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്കുള്ള സ്ഥാനം അത് ഇല്ലായ്മ ചെയ്യുക. കാരണം താഴേക്കടിയിൽ നിന്ന് വളർന്നു വരുന്നവർക്ക് ഉള്ള സ്ഥാനമാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയത് ഒരു വർഷം മുമ്പെങ്കിലും തുടങ്ങി ഓരോ നിയമസഭയിലേക്കും ഏതേത് സ്ഥാനാർത്ഥികളെ നിർത്തണം, അവരുടെ വിജയ സാധ്യത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങണം. 6 മാസം മുമ്പെങ്കിലും ഒരു നിയമസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. ഫസ്റ്റ് കൺസിഡറേഷൻ ആ പ്രദേശത്തെ നന്നായി വർക്ക് ചെയ്ത് ആ പ്രദേശത്ത് പേരും പെരുമയുള്ള ഒരു നേതാവ്. രണ്ടാമത്തത്, അതല്ല, നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന് ഒരു സ്ഥാനം കൊടുത്ത് നിർത്തണമെങ്കിൽ അയാൾക്ക് അങ്ങനെയുള്ള നേതാക്കൾ, ഇതൊക്കെ ആവശ്യമാണ്. ശശി തരൂരിനെ പോലെ ഒരു കഴിവും പ്രാപ്തിയുള്ളവരൊക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ ഒരു വർഷം മുമ്പിലെ ആലോചന തുടങ്ങുകയും 6 മാസം മുമ്പേ ഓരോ നിയോജക മണ്ഡലത്തിലേക്കും വേണ്ട ആളുകൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുകയും അവർക്ക് ആ ഏരിയയിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്താൽ 140 സീറ്റിൽ 120 സീറ്റിലും UDFന് ജയിക്കാൻ പറ്റും. 120ഓ 130ഓ വരെ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് UDFന് കയ്യേറാൻ കഴിയുന്ന അവസ്ഥയാണ്. കാരണം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർക്ക് പോലും അവരുടെ നേതാക്കളെ വേണ്ട എന്നുള്ള സ്ഥിതിയാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മെമ്പേഴ്സ് പോലും അവർക്കെതിരെ വോട്ട് ചെയ്യാവുന്ന അവസ്ഥയുണ്ട്.
അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് നിർത്താണ്. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.